ഉന്നതർ പ്രതികളായി വരുന്ന കേസുകളിൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം നേടാനുള്ള ശ്രമത്തെ വിമർശിക്കുന്നു ഹൈക്കോടതി. പാതിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ കെ.എൻ. അനന്തകുമാറിന്റെ ജാമ്യഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ വിമർശനം ഉന്നയിച്ചത്. ഉന്നതരുടെ ജാമ്യ ഹർജികളിൽ മെഡിക്കൽ ടൂറിസമാണോ എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. ആരോഗ്യ കാരണങ്ങൾ മാത്രം കണക്കിലെടുത്ത് ജാമ്യം നൽകാൻ കഴിയില്ല. പ്രതികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജയിലിൽ ചികിത്സ നൽകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായെന്നും കോടതി ഓർമ്മപ്പെടുത്തി. അനന്തകുമാറിന്റെ ആരോഗ്യനില സംബന്ധിച്ച റിപ്പോർട്ട് ഹാജരാക്കാൻ പൂജപ്പുര ജയിൽ സൂപ്രണ്ടിനോട് നിർദ്ദേശിച്ചു. ആനന്ദ്കുമാറിന്റെ ജാമ്യ ഹർജിയിൽ നാളെയാണ് കോടതി വിശദമായ വാദം കേൾക്കുക. അത് അക്ഷയ കൃത്യമായി, അതായത് രാഷ്ട്രീയ സ്വാധീനമുള്ളവരോ സാമ്പത്തിക സ്വാധീനമുള്ളവരോ ഒക്കെ അറസ്റ്റിലായാൽ ആദ്യം ഹോസ്പിറ്റലിലേക്കാണ്, പിന്നീട് ജാമ്യം കിട്ടുന്നത് വരെ സർക്കാർ ചെലവിൽ ആശുപത്രിയിലാണ്. പി.സി. ജോർജ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പി.സി. ജോർജിന്റെ ബോഡി ലാംഗ്വേജ് തന്നെ കാണുമ്പോഴായിരുന്നു ഒരു കുഴപ്പമില്ല, അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന നിപ്പൊക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് പതിവ് രീതിയാണ് അല്ലേ? തീർച്ചയായും വളരെ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് അത്. എത്ര ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ അന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങൾ ഉയർന്നു വന്നു. പി ചിദംബരവുമായി വളരെ നാടകീയം. രാഷ്ട്രീയ നേതാക്കളോ വലിയ സമ്പന്നരോ അറസ്റ്റിലായാൽ നേരെ ആശുപത്രിയിലേക്കാണ്. അതും ഈ മെഡിക്കൽ ടൂറിസം ആണോ എന്ന് ചോദിക്കുന്ന വിധത്തിൽ അത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള ആശുപത്രികളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ നേരത്തെ ആശാപ്രവർത്തകരുമായി മന്ത്രി നടത്തിയ ചർച്ച പോലെ ഇതൊക്കെ ഒരു പ്രഹസനമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, കോടതിക്കും അറിയാം, കാണുന്ന ജനങ്ങൾക്കും അറിയാം, ഈ പോകുന്ന ആളുകൾക്കും അറിയാം. പക്ഷെ ഇതൊക്കെ അടുത്ത വീണ്ടും ഒരാൾ ഇങ്ങനെ ചോദ്യം പക്ഷെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് പ്രധാനമാണ്. കാരണം അത് സാധാരണക്കാരന്റെ ചോദ്യമാണ്. അത് കോടതി ഉയർത്തുന്നത് വളരെ നമുക്ക് സ്വീകാര്യവുമാണ്.